ഗോതം സിറ്റിയിലെ ക്രൈം കുറഞ്ഞു തുടങ്ങിയിരുന്നു. ബാറ്റ്മാൻ, കമ്മീഷണർ ഗോർഡൻ, ഡിസ്ട്രിക്ട് അറ്റോർണി ഹാർവി ഡെൻ 3 പേരും ഒരുമിച്ച് മാഫിയ ഗാങ്സ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് സിറ്റി ക്ലീനാക്കാൻ തുടങ്ങുന്നു. മാഫിയ ബോസസ് ഭയപ്പെട്ടു. അപ്പോഴാണ് ജോക്കർ ഫസ്റ്റ് ടൈം എൻ്റർ ചെയ്യുന്നത്. ഒരു ബാങ്ക് റോബറിയിൽ തന്റെ സ്വന്തം ഗാങ് മെമ്പേഴ്സിനെ തന്നെ ജോക്കർ കൊന്നു കളയുന്നുണ്ട്. ജോക്കർ ഒരു നോർമൽ ക്രിമിനൽ അല്ല എന്ന് ഈ സീനിൽ തന്നെ കാണിക്കുന്നു. അവന് മണിയോ പവറോ ഒന്നുമല്ല വേണ്ടത്. മനുഷ്യരിൽ അവനുണ്ടാക്കുന്ന ഭയമാണ് അവന്റെ ഡോപ്പമിൻ റഷ്. ഒരു റൂൾസും പാലിക്കാൻ തയ്യാറാവാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൈക്കോയാണ് ജോക്കർ. ഹാർവി ഡെൻ സിറ്റിയിലെ തന്നെ വലിയൊരു ഹീറോയായി മാറുന്നു. വളരെ സത്യസന്ധനായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയായി അവൻ മാറുന്നുണ്ട്. ബ്രൂസിന്റെ ബാല്യകാല സുഹൃത്തായ റേച്ചലും ഹാർവിയും ഇഷ്ടത്തിലാണ്. ബ്രൂസിന് അവളെ ഇഷ്ടമായിരുന്നു. എന്നിരുന്നാലും അവളെ നഷ്ടപ്പെട്ടത് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ജോക്കർ പബ്ലിക് ഫിഗേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ജഡ്ജിനെയും പോലീസ് കമ്മീഷണറെയും ഒക്കെ അവൻ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോക്കറിനെ പിടിക്കാൻ ബാറ്റ്മാൻ തീരുമാനിക്കുന്നു. ഹാർവി പബ്ലിക്കായി ഞാനാണ് ബാറ്റ്മാൻ എന്ന് പറയുന്നുണ്ട്. അത് ജോക്കറിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ജോക്കർ റേച്ചലിനെയും ഹാർവിയെയും കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് 2 വ്യത്യസ്ത ബിൽഡിങ്ങിൽ ബോംബ് വെച്ച് അവരെ അവിടെ കെട്ടിയിടുന്നുണ്ട്. ബാറ്റ്മാൻ റേച്ചലിനെ സേവ് ചെയ്യാൻ പോകുന്നു. ഗോർഡനും ടീമും ഹാർവിയെ റെസ്ക്യൂ ചെയ്യാൻ വരുന്നു. പക്ഷേ ജോക്കർ ലൊക്കേഷൻസ് മാറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റേച്ചൽ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാർവിയെയും ഹാർവി ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് റേച്ചലുമാണ് ഉണ്ടായിരുന്നത്. ബാറ്റ്മാൻ എത്തുന്നത് ഹാർവിയുടെ പ്ലേസിലാണ്. ഗോർഡനും ടീമും എത്തുന്നത് റേച്ചലിന്റെ പ്ലേസിലും. ആ പൊട്ടിത്തെറിയിൽ റേച്ചൽ മരിക്കുന്നു. ഹാർവി രക്ഷപ്പെടുന്നു. പക്ഷേ അവന്റെ മുഖത്തിന്റെ പകുതി പൊള്ളലേൽക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ജോക്കർ ഹാർവിയെ കാണാൻ വരുന്നുണ്ട്. നിന്റെ കാമുകിയെ കൊന്നത് ഞാനല്ല, ഇവിടുത്തെ പോലീസാണ്. അവളെ കറക്റ്റ് ടൈമിൽ അവർ രക്ഷിച്ചില്ല എന്നൊക്കെ ജോക്കർ പറയുന്നു. ഹാർവിയുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നു. ഹാർവി കോയിൻ യൂസ് ചെയ്ത് ലൈഫും ഡെത്തും ഡിസൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഹെഡ് വീണാൽ അവൻ അയാളെ കൊല്ലും, മറുസൈഡ് വീണാൽ വെറുതെ വിടുകയും ചെയ്യും. അവൻ റേച്ചിന്റെ മരണത്തിന് കാരണമായ കറപ്റ്റ് പോലീസിനെയും മാഫിയ മെമ്പേഴ്സിനെയും കൊല്ലുന്നുണ്ട്. ഇതോടുകൂടി അവന്റെ ഉള്ളിലെ നന്മ നശിക്കുന്നു. ഇതേസമയം ജോക്കർ 2 വലിയ ബോട്ടുകളിൽ ബോംബ് വെക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ മുഴുവനും കുറ്റവാളികളാണ്, മറ്റേ ബോട്ടിൽ സാധാരണ ആളുകളും. ഒരു ബോട്ട് മറ്റേ ബോട്ടിലിനെ നശിപ്പിച്ചാൽ മാത്രമേ സർവൈവ് ചെയ്യുമെന്ന് ജോക്കർ പറയുന്നുണ്ട്. 2 ബോട്ടിലും ഉള്ളവർക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ലാസ്റ്റ് മൊമെന്റിൽ ബാറ്റ്മാൻ ജോക്കറിനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ബോംബ് പ്ലാൻ ഫെയിൽ ആവുന്നു. ജോക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് ഹാർവി ഡെൻ കമ്മീഷണർ ഗോർഡന്റെ ഫാമിലിയെ ബന്ദിയായി വെക്കുന്നു. റേച്ചലിന്റെ മരണത്തിന് ഗോർഡനും ഉത്തരവാദിയാണെന്ന് പറഞ്ഞാണ് ഹാർവി അങ്ങനെ ചെയ്യുന്നത്. ബാറ്റ്മാൻ അവനെ തടയാൻ പോകുന്നുണ്ട്. ഫൈറ്റിൽ ഹാർവി ഡെൻ മരിക്കുന്നു. ഹാർവി സിറ്റിയിലെ ഹീറോ ആയിരുന്നു. അവൻ ക്രിമിനലായി മരിച്ചു എന്ന ട്രൂത്ത് വെളിയിൽ വന്നാൽ ഗോതമിലെ ജനങ്ങൾക്ക് നന്മയിലുള്ള വിശ്വാസം പോകുമെന്ന് ഗോർഡൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ഒരു വലിയ ഡിസിഷൻ എടുക്കുന്നു. ഹാർവി ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ബാറ്റ്മാൻ ചെയ്തതായി പുറത്തറിയപ്പെടും. സിറ്റി ബാറ്റ്മാനെ വില്ലനായി കാണും. ഹാർവി ഹീറോയായി തന്നെ നിൽക്കണമെന്ന് ബാറ്റ്മാൻ ഗോർഡനോട് പറയുന്നുണ്ട്. ബാറ്റ്മാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് കമ്മീഷണർ ഗോർഡൻ പബ്ലിക്കായി പറയുന്നു. പോലീസ് ബാറ്റ്മാനെ ചേസ് ചെയ്യുന്നു. ബാറ്റ്മാൻ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനാവുന്നു. ഒരു സൂപ്പർ ഹീറോ വിക്ടറി അല്ലിത്, മറിച്ച് ഒരു മനുഷ്യൻ തന്റെ പേര്, റെസ്പെക്ട്, ഫെയിം എല്ലാം സാക്രിഫൈസ് ചെയ്ത് തന്റെ നഗരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന കഥയാണിത്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.